എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 26 നവംബർ ചൊവ്വാഴ്ചയാണ്. ഇന്ന് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിരിക്കുമെന്നാണ് കാണുന്നത്. ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതേസമയം ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ നെഗറ്റീവാണ്. പോസിറ്റീവ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്രായേൽ ഹിസ്ബുള്ള കോൺഫ്ലിക്റ്റ് അവസാനത്തേക്ക് വരുന്നതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ഇസ്രായേലും ലെബനനും ഒരു എത്തിച്ചേർന്നതായിട്ടാണ് ന്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസസും താഴെ വരുന്നുണ്ട്. രണ്ടാമത്തത് ഗവൺമെൻറ്, അതായത് ക്യാബിനറ്റ് ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയിലെ 3 മൾട്ടി ട്രാക്കിംഗ് പ്രൊജക്റ്റുകൾ, സ്പെക്ട്രം പർച്ചേസ് 2012 നടത്തിയവർക്കുള്ള ബാങ്ക് ഗ്യാരണ്ടി വെയ്വർ, മന്മത് ജൽഗാവോൺ ലൈനിന് 2773 കോടി, ബഹുസാവിൽ ഖണ്ഡാവ റെയിൽവേ ലൈനിന് 3514 കോടി, പ്രയാഗ് മണിപ്പൂർ റെയിൽവേ ലൈനിന് 1640 കോടി, അരുണാചൽ പ്രദേശിൽ 240 മെഗാവാട്ടിൻ്റെ ഹീറോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, 6000 കോടി റിസർച്ച് ജേണൽ സബ്സ്ക്രിപ്ഷൻ സ്കീം, 2481 കോടി നാച്ചുറൽ ഫാമിംഗ് പ്രൊമോഷൻ സ്കീം. ഇതുകൂടാതെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയ്യിങ് 2 മാസത്തിന് ശേഷം നമ്മൾ കണ്ടു. മോർഗൻ സ്റ്റാൻലിയുടെ റീബാലൻസിങ് നടന്നിരുന്നു എന്നുള്ളതൊരു കാര്യമാണെങ്കിലും ഫോറിൻ ബൈ കണ്ടതിൽ വലിയ സന്തോഷം. വരുന്ന നാളുകളിൽ ഈ ബൈ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് മാർക്കറ്റിന് വളരെ നിർണായകമായിരിക്കും. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 4% 2 സെഷനുകളിലായിട്ട് പോസിറ്റീവ് ആവുകയുണ്ടായി. നവംബർ 6 ശേഷമുള്ള ഹയസ്റ്റ് ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി 1.32% ഉയർന്ന് 24,221 സെൻസെക്സ് 1.25% ഉയർന്ന് 80,009 ക്ലോസ് ചെയ്തു. FIA ഡാറ്റ നോക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 9,948 കോടിക്ക് ബൈ ചെയ്തതായിട്ടും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,908 കോടിക്ക് സെറ്റിൽ ചെയ്തതായിട്ടും കാണാം. അടുത്ത ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ഇന്റർഗ്ലോബ് ഏവിയേഷനാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർസ് സ്ലൈറ്റ് ഇൻക്രീസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 63.3% മാർക്കറ്റ് ഷെയറാണ് ഇൻഡിഗോയ്ക്കുള്ളത്. സ്പൈസ് ജെറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 2.4% ഉയരുകയും ചെയ്തു. അടുത്ത അശോക ബിൽഡ്കോൺ ആണ്. അശോക ബിൽഡ്കോൺ 1391 കോടിയുടെ ഒരു പ്രോജക്റ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും തിങ്കളാഴ്ച ലഭിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ഒരു ഹൈവേക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റാണിത്. അടുത്ത ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. ഇവരുടെ ഐസ്ക്രീം ബിസിനസ് ഡീമർജർ ചെയ്യാനുള്ള തീരുമാനം ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹിറ്റാച്ചി എനർജി ഇന്ത്യയാണ്. ഈ കമ്പനിക്ക് പവർ ഗ്രിഡിൽ നിന്നുള്ള ഒരു എനർജി പ്രൊജക്റ്റിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ കമ്പനി താരിഫ് ബേസ്ഡ് കോമ്പറ്റേറ്റീവ് ബിഡിങ്ങിൽ സപ്ലൈക്കുള്ള സക്സസ്ഫുൾ ബിഡറായി മാറിയിട്ടുണ്ട്. അടുത്ത LT ഫുഡാണ്. LT ഫുഡ് സൗദി അറേബ്യയിൽ 5 കൊല്ലത്തേക്ക് 185 മില്യൺ SARൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അടുത്ത IPO ഓഫറിംഗ് ആണ്. IPO ഓഫറിംഗിൽ നല്ലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഇൻഫ്രാ എഞ്ചിനീയേഴ്സാണ്. മാർക്കറ്റിലെ പോസിറ്റിവിറ്റി കാരണവും ഒരുപാട് ബിഡിങ് വരുന്നത് കൊണ്ടും ഇന്ന് ഫൈനൽ ദിവസമാണ്. ചെറിയ ലിസ്റ്റിംഗ് ഗെയിൻ നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻഫ്രാ എഞ്ചിനീയർ ഒരു 20-30% ലിസ്റ്റിംഗ് ഗെയിനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഇതുവരെ 12.52 ടൈംസാണ് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് UPLൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് റൈറ്റ് ഇഷ്യൂവിനുള്ളത്. 1:8 റേഷ്യോയിലാണ് റൈറ്റ് ഇഷ്യൂ ഉള്ളത്. ഇന്ന് എക്സ് ഡിവിഡൻ്റ് ആവുന്ന കമ്പനികൾ ഗില്ലറ്റ് ഇന്ത്യ, GPT ഇൻഫ്രാസ്ട്രക്ചർ, ഡോളറ്റ് ആർഗോ, ഗണേശ് എക്കോസ്ഫിയർ, പോളിപ്ലസ് കോർപ്പറേഷൻ, സൺ TV, കാവേരി സീഡ്സ് എന്നിവയാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 1.74% ഉയർത്തി മുകളിലാണുള്ളത്. 24,301 80 പോയിൻ്റ് പ്രീമിയമാണ് നമുക്ക് കാണാവുന്നത്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് 7% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്ഷൻസ് നവംബർ 28 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 22,500